തരത്തിലുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തുടരുന്നു എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വിലയിരുത്താൻ കഴിയുമോ നമുക്ക് ഇപ്പോഴത്തെ ഈ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെ? അത്തരമൊരു വിലയിരുത്തലൊന്നും നമുക്ക് ഇപ്പോൾ നടത്തുവാൻ സാധിക്കില്ല. അത്തരമൊരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നതാണ് വിലയിരുത്തലുള്ളത്. ഇപ്പോൾ ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം നമുക്ക് നൽകുവാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക വിശദീകരണവും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. കൃത്യമായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ മാത്രമാണ് ലാഹോറിൽ ഒരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ വിശദീകരിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ കൃത്യമായ യാതൊരുവിധ നിലപാടോ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥിരീകരണമോ ഇന്ത്യ നൽകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പാകിസ്ഥാന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ വിശദീകരണവും ഇപ്പോൾ ഈ സ്ഫോടനം നടന്നതുമായി ലഭിച്ചിട്ടില്ല. ലാഹോറിൽ സ്ഫോടനം നടന്നതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ മാത്രം ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനത്താവളത്തിന് സമീപമുള്ള വാൾട്ടൺ എയർഫീൽഡിന് സമീപമാണ് സ്ഫോടനം നടന്നത്. തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപാൽ നഗർ, നസീറാബാദ് പ്രദേശങ്ങളിൽ ഒന്നിലധികം സ്ഫോടനം നടന്നതായും പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജീന, അതാണ് ലാഹോർ വിമാനത്താവളത്തിന് സമീപം 3 തവണ സ്ഫോടനം ഉണ്ടായി, ഒന്നിലധികം തവണ സ്ഫോടനം ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ പക്ഷേ ഇത് പാകിസ്ഥാനും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതിലൊരു വിശദീകരണം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ മാത്രമേ ഇതിലൊരു വ്യക്തത വരുത്താൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അരവിന്ദ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രകോപനം അതിർത്തി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അറ്റാക്ക് പല രീതിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സൈന്യം എത്രത്തോളം ഒരുങ്ങിയിരിക്കുകയാണ്, എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലടക്കം ഉള്ളത് ഇപ്പോൾ? ജീന, വലിയ സജ്ജീകരണങ്ങളാണ് നിയന്ത്രണ രേഖയിലടക്കം ഇന്ത്യ നടത്തിയിരിക്കുന്നത്. പൂർണ്ണമായും സേനകൾ സജ്ജമായി തന്നെ ഇരിക്കുന്നു. കാരണം പാകിസ്ഥാന്റെ ഇത്തരത്തിൽ പ്രകോപനം, നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ സൈനിക പോസ്റ്റിലേക്കുള്ള പ്രകോപനം തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സാധാരണ ജനങ്ങളെ പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യം വെട്ടത്. അപ്പോൾ കർശനമായ നിലപാട് തന്നെ ഇന്ത്യ സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ സാധാരണ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കുകയായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ പ്രകോപനം ഇന്നും തുടരുകയാണ്. പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ സൈനിക പോസ്റ്റുകളിലേക്കാണ് ഇന്നലെ രാത്രിയോടുകൂടി വെടിയുതിർക്കിയിരിക്കുന്നത്. അത് കുപ്വാര, ബാരാമുള്ള, ഉറി, അഗ്നൂർ മേഖലയിലാണ് സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകുകയും ചെയ്തത്. എന്നാലും പാകിസ്ഥാൻ നിലപാടിന് അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നു. പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് ഷെല്ലാക്രമണമല്ല, മറിച്ച് ചെറിയ വെടിക്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് നൽകുകയും ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുകയും ചെയ്തു. എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് അതിർത്തി മേഖലയിലുള്ളത്. രാജസ്ഥാൻ, അതുപോലെ തന്നെ ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അതിർത്തി മേഖലയിലുള്ള സ്കൂളുകൾക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾ നിരവധി അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും സജ്ജമായി തന്നെയാണ് സൈന്യമുള്ളത്. അതുപോലെ തന്നെ പൂർണ്ണമായും സജ്ജം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ജീന.